ഇനി ആ അപകടത്തിൻ്റെ വാർത്തയിലേക്ക് പോവുകയാണ്. ആലപ്പുഴ പുറക്കാട്ട് വാഹനാപകടത്തിൽ പിതാവും 12 വയസ്സുള്ള മകനും മരിച്ചുവെന്ന വാർത്ത ഞാൻ നേരത്തെ പറഞ്ഞതാണ്. അവരുടെ ചിത്രമാണിപ്പോൾ പ്രേക്ഷകർ സ്ക്രീനിൽ കാണുന്നത്. ഭാര്യയ്ക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. സ്കൂട്ടർ നിയന്ത്രണം വിട്ട് ടാങ്കർ ലോറിയിൽ ഇടിക്കുകയായിരുന്നു. അദ്ദേഹം വടക്കും തെക്കോട്ട് പോവുകയായിരുന്നു. അപ്പോൾ ഒരു സൈക്കിളുകാരൻ തെക്കോട്ട് പോകുന്ന സൈക്കിളുകാരൻ എൻ്റെ ബോക്സെ തട്ടി നിയന്ത്രണം തെറ്റി ലോറിയിലേക്ക് ഇരിക്കുകയായിരുന്നു. അങ്ങനെ ആൾക്കാരെല്ലാം ഓടി വന്ന് ഒരു ആംബുലൻസ് പെട്ടെന്ന് വന്ന് കുട്ടിയെയും അദ്ദേഹത്തിൻ്റെ ഭാര്യയും കൊണ്ടുപോയി. കുട്ടിയുടെ സ്ഥിതി വളരെ ഗുരുതരമാണെന്ന് അന്നേരം തന്നെ അറിഞ്ഞത്. കാരണം തല പൊട്ടിയിട്ടുണ്ടായിരുന്നു, കുറച്ച് ബ്ലഡ് തലേന്ന് തന്നെ മുന്നോട്ട് കിടപ്പുണ്ടായിരുന്നു. വലിയ സങ്കടകരമായ വാർത്തയാണ് പുറക്കാട്ടിലുണ്ടായിരുന്ന. രാവിലെ പുറക്കാട്ടിൽ നിന്ന് മനീഷ് മഹിവാൽ ടെലിഫോണിൽ ചേരുന്നു. ഗുഡ് മോർണിംഗ് മനീഷ്, പറയൂ വിശദാംശങ്ങൾ. അമ്പലപ്പുഴ പുറക്കാടാണ് ഈ ദാരുണമായ സംഭവം ഉണ്ടാകുന്നത്. 6 മണിക്ക് 7 മണിക്ക് ഇടയിലാണ് അപകടം ഉണ്ടായതെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. ദേശീയപാതയ്ക്ക് സമീപം SNM-HS സ്കൂളിന് മുമ്പിൽ, അതായത് ദേശീയപാതയിൽ തന്നെയാണ് ഈ അപകടം ഉണ്ടാകുന്നത്. ഇവർ ക്ഷേത്ര ദർശനത്തിന് പോവുകയാണ്. അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ ഇന്നലെ ഉത്സവമൊക്കെ തന്നെ കഴിഞ്ഞിരുന്നു. അതിനുശേഷം ഇന്ന് രാവിലെ ക്ഷേത്ര ദർശനത്തിന് പോകുമ്പോഴാണ് ഈ അപകടം ഉണ്ടായിരുന്നത്. 3 പേരും അച്ഛനും മകനും ഭാര്യയും ബൈക്കിലായിരുന്നു. അതായത് ഈ സുദേവ് 45 വയസ്സുകാരനെ സുദേവും മകൻ ആദിദേവ് 12 വയസ്സുകാരൻ ആദിദേവ് ഭാര്യ വിനീതയും ബൈക്കിലായിരുന്നു. ആ സമയത്ത് ഒരാൾ റോഡിലൂടെ വട്ടം ചാടി. ആ വട്ടം ചാടിയ ആളെ ഇടിക്കാതിരിക്കാനായി ഒരു മത്സ്യത്തൊഴിലാളി പോവുകയായിരുന്ന സൈക്കിളാണ്. ആ സൈക്കിൾ വെട്ടിച്ചതോടെ ഈ ബൈക്കിൽ ചെന്ന് ഇടിച്ചു. ബൈക്ക് നിയന്ത്രണം തെറ്റി എതിരെ വന്ന ഒരു ടാങ്കറല്ല ടോറസിൽ ചെന്ന് ഇടിക്കുകയായിരുന്നു. അതേ സമയത്ത് തന്നെ ടോറസിൽ ഇടിക്കുകയും റോഡിലേക്ക് വീഴുകയും ചെയ്തു. 2 പേർക്കും അവിടെ വെച്ച് തന്നെ ഗുരുതരമായി പരിക്കേറ്റു. പുന്നപ്ര സ്വദേശിയായ മത്സ്യവില്പനക്കാരന്റെ പ്രകാശന്റെ സൈക്കിളിലാണ് ഈ ബൈക്ക് തട്ടി ഇവർ റോഡിലേക്ക് വീണത്. എതിരെ വന്ന ടോറസിൽ ഇടിച്ചാണ് അപകടമുണ്ടായത്. സുദേവ് അപകട സ്ഥലത്ത് വെച്ചും മകൻ ആദിദേവിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന വഴിയുമാണ് മരിച്ചത്. ഭാര്യ ഉഷയെ ആദ്യം തൊട്ടടുത്തുള്ള പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലും പിന്നീട് ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഭാര്യ വിനീതയുടെ നിലയും ഗുരുതരമാണ്. നിലവിൽ ദേശീയപാതയിൽ 45 മീറ്റർ വീതിയുള്ള 6 വരിപ്പാത നിർമ്മാണം നടക്കുകയായതുകൊണ്ട് തന്നെ റോഡിൽ ഇരുവശങ്ങളിലും നിർമ്മാണ പ്രവർത്തനം നടക്കുകയാണ്. നടുഭാഗത്ത് ഒരു 20 മീറ്റർ ഭാഗം മാത്രമാണ് നിലവിൽ റോഡ് ഗതാഗത യോഗ്യമായിട്ടുള്ള റോഡാണ്. അതുകൊണ്ട് തന്നെ നിത്യേന അപകടങ്ങൾ ഇവിടെ ഉണ്ടാകാറുണ്ട്. എന്തായാലും ഇന്നത്തെ അപകടം തികച്ചും ദൗർഭാഗ്യകരമാണ്, അതിദാരുണമായ സംഭവമാണ്. മനീഷ് മഹിബാലാണ് പുറക്കാട്ടിൽ നിന്ന് ടെലിഫോണിൽ ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.